വേഗമെന്നവനായ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വിവിധ സമയങ്ങളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിനായി ദാഹിക്കുന്ന നിങ്ങളുടെ അടുക്കിലേക്ക് വചനവുമായി വരുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചു തോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു എൻകൗണ്ടർ എന്ന് നമുക്കുണ്ടാകുന്നു, അന്നാണ് യഥാർത്ഥമായ ഒരു ഉയർച്ച നമുക്കുണ്ടാകുന്നത്. ഇന്ന് അതിനെക്കുറിച്ചാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. 120 വർഷം ജീവിച്ചിരുന്ന മോശയുടെ ജീവിതത്തിൽ 3 40കൾ നമുക്ക് കാണാൻ കഴിയും. 3 40കൾ കാണാൻ കഴിയും. ആദ്യത്തെ 40 താൻ കൊട്ടാരത്തിലായിരുന്നു. ഞാൻ ഒരിക്കലും ഒരു എപ്പിസോഡ് സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഒരു പ്രിൻസ് മെൻറ്റാലിറ്റി തനിക്കുണ്ടായത് ആ കൊട്ടാരത്തിൽ വെച്ചാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആദ്യത്തെ 40 കൊട്ടാരത്തിൽ വെച്ച്, അടുത്ത 40 എന്ന് പറയുന്നത് മരുഭൂമിയിലായിരുന്നു. അപ്പോൾ 80ാമത്തെ വയസ്സ് അവിടെയാണ് അദ്ദേഹത്തിന് ഒരു എൻകൗണ്ടർ ഉണ്ടാകുന്നത്. അതുവരെ തനിക്കറിയാമായിരുന്നു താനാണ് ഇസ്രായേലിൻ്റെ ഡെലിബറേറ്റർ, ഈ വിവരങ്ങളൊക്കെ അറിയാമായിരുന്നിട്ടും ദൈവമായിട്ടൊരു നേരിട്ടുള്ള ഒരു അഭിമുഖ സംഭാഷണം എന്ന് പറയുന്നത് തൻ്റെ 80ാമത്തെ വയസ്സിൽ സംഭവിച്ചതാണ്. അത് നമുക്ക് കാണാൻ കഴിയുന്നത് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യത്തിലാണ്. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദവാക്യമാണ്. കാരണം ഹോരേബിൽ മുൾപടർപ്പ് കത്തുന്നു, ആളിക്കത്തുന്നു, പക്ഷേ മുള്ള് വെന്ത് പോകാതെ ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ താഴെ നിന്ന് ഈ അതിശയമായ കാഴ്ച കണ്ടപ്പോൾ ഇതെന്താണ് എന്ന് നോക്കുവാൻ വേണ്ടി മോശ ചെല്ലുവാൻ തീരുമാനിച്ചു. നമ്മളവിടെ വായിക്കുന്നത്, ഇതെന്തെന്നറിയുവാൻ മോശ വരുന്നത് കണ്ടപ്പോൾ മുൾപ്പടർപ്പിൻ്റെ അകത്തുനിന്ന് ദൈവം വിളിച്ചു, മോശേ മോശേ. ആ സ്ഥലത്ത് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. ചെന്ന് നോക്കേണ്ടതിന് മോശ വരുന്നത് കണ്ടപ്പോൾ, അപ്പോൾ അവിടെ എത്തുന്നതിന് മുമ്പേ ശബ്ദം മോശ കേൾക്കുകയാണ്, ഇല്ലെങ്കിൽ വരുന്നത് കണ്ടപ്പോഴേ സംസാരിച്ചെന്നാണ്. അപ്പം അതിൻ്റെ അർത്ഥം ഇത് ദൈവവും മോശയും പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ 80ാമത്തെ വയസ്സിലാണ് ഇതുപോലൊരു ആദ്യത്തെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. പക്ഷെ അടിയൻ അല്ലെങ്കിൽ വിളിച്ച ഉടനെ തന്നെ ഞാനിതാ എന്ന് പറയാൻ മോശ തുനിഞ്ഞത് നമ്മളെ അതിശയപ്പെടുത്തിയിട്ടുണ്ട്. കാരണം പത്രോസും മറ്റു ശിഷ്യന്മാരും ഒക്കെ പടകിൽ യാത്ര ചെയ്യുന്ന സമയത്താണ് കാറ്റടിച്ച് പടകിൽ യാത്ര ദുസ്സഹനീയമായൊരു സാഹചര്യത്തിൽ യേശു കർത്താവ് വള്ളത്തിലൂടെ 4-ാം യാമത്തിൽ നടന്നു വരുന്നത് അവർ ശ്രദ്ധിച്ചു. ഉടനെ അവരെന്താ ചെയ്തത്? യേശു കർത്താവ് നടന്നു വരുന്നത് കണ്ടപ്പോൾ ആദ്യം ബൈബിൾ പറയുന്നു അതൊരു ഭൂതമാണെന്ന് അവർ ധരിച്ചു. അപ്പം ഞാൻ പറയുന്നത്, അപ്പോൾ ഭൂതത്തിന് നടക്കാം, ദൈവത്തിന് ചെയ്യാൻ പറ്റത്തില്ലെന്നോ? ഇന്നും പലപ്പോഴും ദൈവീകമായിട്ടുള്ള ശുശ്രൂഷയും ദൈവീകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ പറയുന്നത് അത് ഭൂതാത്മാവിലായിരിക്കും. കാരണം അപ്പം ഞാൻ ചോദിക്കുന്നത്, ഭൂതത്തിന് ചെയ്യാൻ കഴിയും, ദൈവത്തിന് ചെയ്യാൻ കഴിയത്തില്ല എന്നും കൂടെ അതിനൊരർത്ഥമുണ്ട്. പക്ഷെ മോശ ഇത് ഭൂതമാണെന്നോ ബാധയാണെന്നൊന്നും പറഞ്ഞില്ല. മോശയ്ക്ക് മനസ്സിലായി ഇത് താഴെ നിൽക്കുന്ന തന്നെ മുകളിലേക്ക് ഉയർത്തുവാനുള്ള തീയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഏറ്റവും വലിയ ഒരു ദൗത്യം ആടുകളെ മേയ്ക്കുന്നതാണ്. ആർക്ക്? മോശയ്ക്ക്. അന്ന് ഈ ആടുകളെ മേയ്ക്കുന്ന സമയത്താണ് ഈ കാഴ്ച കാണുന്നത്. അതുകൊണ്ട് ഈ ആടിനെ വിട്ടേച്ച് മുകളിലേക്ക് പോയി ഇത് സംസാരം കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ ആടുകൾ അവിടെ കാണത്തില്ലെന്ന് 100% ഉറപ്പാണ്. പക്ഷേ പ്രയോറിറ്റി എന്നുള്ള വിഷയമാണ്. ഈ ആടാണോ വലുത്, ആ ശബ്ദമാണോ വലുത്, അല്ലെങ്കിൽ ആടാണോ വലുത്, ഈ കാഴ്ചയാണോ വലുത്? രണ്ടും നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുക. അപ്പം മോശയ്ക്ക് മനസ്സിലായത് മോശയുടെ സമയമാണ്. അതുകൊണ്ട് അമ്മായപ്പൻ്റെ ആടുകളെക്കാൾ വലിയതാണ് ദൈവശബ്ദം മനസ്സിലാക്കി ഇത് വിട്ടേച്ച് മുകളിലേക്ക് കയറി. അവിടെയാണ് മോശ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത്. ആ ഒരൊറ്റ എൻകൗണ്ടറിൽ ദൈവമായിട്ട് ഒരു അഭിമുഖ സംഭാഷണം കഴിഞ്ഞു, ഒരു മുഖാമുഖമായിട്ടൊരു സംസാരം കഴിഞ്ഞതിന് ശേഷം പിന്നെ മോശ ഒരിക്കലും പഴയ ലെവലല്ല പോയിരിക്കുന്നത്. കാരണം അവിടുന്ന് യാത്ര തിരിക്കുന്ന മോശയോടുകൂടെ ദൈവം ഉണ്ടായിരുന്നു. അതാണ് യോശുവോട് ദൈവം പറഞ്ഞത്, മോശയോടുകൂടെ ഇരുന്നത് പോലെ
ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. മോശയുടെ എവിടെയാണ് ഇരുന്നത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. മോശ പറഞ്ഞു, ഫറവോൻ്റെ അടുക്കൽ പോകുവാനും ജനത്തെ വിടുവിക്കാനും എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ ഞാൻ തുറന്ന് സമ്മതിക്കാൻ എനിക്ക് കഴിവില്ലെന്ന്. തൻ്റെ കഴിവുകേടുകളെല്ലാം താൻ തുറന്ന് സമ്മതിച്ചു. തമ്പുരാൻ പറഞ്ഞു, ശരി, വിക്കുള്ളവനാണെങ്കിൽ, സംസാരശേഷി കുറവാണെങ്കിൽ, പ്രാഗൽഭ്യമില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിൻ്റെ വായോടുകൂടെ ഞാനിരിക്കുന്നു. അത് തന്നെയല്ലേ പൗലോസ് പറഞ്ഞത്, എൻ്റെ ബലഹീനതയിൽ അവൻ്റെ ബലം തികഞ്ഞു വരുന്നു. അങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ ബലഹീനത ദൈവത്തോട് തുറന്നു പറഞ്ഞാൽ ദൈവത്തിൻ്റെ ബലം നിങ്ങളുടെ ബലഹീനമായ സ്ഥലത്ത് ദൈവം ഉറപ്പിക്കുക. ഒരിക്കലും നമുക്ക് ബലമില്ലാത്തവനെന്ന് പറയാൻ കഴിയത്തില്ല. കാരണം ഏത് ഭാഗത്താണ് ബലക്കുറവ്, ഏതാണ് നിങ്ങളുടെ ബലഹീനത, ആ ബലഹീനതയിൽ ദൈവത്തിൻ്റെ ബലം നമ്മളെ ബലപ്പെടുത്തുവാൻ വേണ്ടി ഇറങ്ങി വരും. ഏതായാലും ഈ മെസ്സേജ് കേൾക്കുക. നാളെയും ഇതിൻ്റെ കണ്ടിന്യൂഷൻ കാണും. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓക്കെ, മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 36-ാം വാക്യം. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അടുത്തേക്കുന്ന വ്യക്തി മുഖത്ത് നോക്കി പറഞ്ഞേ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. നിങ്ങളുടെ വിടുതലിൻ്റെ മരുന്ന് വിശ്വാസം മാത്രമാണ്, വേറൊന്നും വേണ്ട. ഫെയ്ത്ത്, ഫിയർ നോട്ട്, ഓൺലി ബിലീവ്. ഫിയർ നോട്ട്, ഓൺലി ബിലീവ്. അവസ്ഥ മാറുമെന്ന് സ്വപ്നം കണ്ടവർക്ക് വിശ്വാസം കൂടെ വന്നാൽ നീ കണ്ട സ്വപ്നത്തെക്കാൾ കേമമായിരിക്കും ലൈഫ്. നിങ്ങൾ കണ്ട സ്വപ്നം ദൈവത്തിൽ നിന്നാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഏതെല്ലാം ശത്രു അതിനെ തടഞ്ഞാലും പിശാചിനെ തടയാനേ കഴിയത്തുള്ളൂ, ഇല്ലായ്മ ചെയ്യാൻ കഴിയത്തില്ല. ആമേൻ. ഈ സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നോട്ടുള്ള ആ പ്രോഗ്രസ്സിൽ എന്തോ ഒരു ബ്രേക്ക് ചവിട്ടുന്ന പോലെ ഒരു അനുഭവമാണ്. അതിൻ്റെ അർത്ഥം ഇല്ല എന്നല്ല, ഇച്ചിരി ഇഴഞ്ഞു പോകുന്നേ ഉള്ളൂ. അതിൽ കൂടുതൽ ഈ ചെകുത്താൻ ഒരു ചുക്കും ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഫിയർ, ആങ്സൈറ്റി, ഫെയ്ത്ത്, ഇത് മൂന്നും കൂടെ ചേർന്ന് പോവുകയാണ്. നമുക്ക് വിശ്വാസമുണ്ട്, പക്ഷേ ഈ ഭയമാണ് ഇതിന് ശത്രുവായിട്ട് വരുന്നത്. ഈ ആത്മീയത്തിന് ശത്രു എന്ന് പറഞ്ഞ ജഡമോഹങ്ങളാണ്. അതാ പറഞ്ഞത്, ആത്മാവിനും ജഡവും ഒന്നൊന്നിന് വിരോധമായിരിക്കുന്നു, അല്ലേ? ഇതുപോലെ തന്നെ നമ്മുടെ ഫെയ്ത്ത്, നമുക്കെല്ലാവർക്കും വിശ്വാസമുണ്ട്. പത്രോസിന് വിശ്വാസമുണ്ടായിരുന്നു. യേശു കർത്താവ് വെള്ളത്തിലൂടെ നടക്കുമ്പോൾ അതുവരെ യേശു കർത്താവിൻ്റെ കൂടെ നടന്നവർ വരെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഭൂതമാണോ എന്ന് സംശയം. ആ വാക്യം ഒന്ന് വായിച്ചേ. എപ്പോഴും ദൈവത്തിൻ്റെ പ്രവൃത്തി ആദ്യം ഇവർ കാണുന്നത് ഭൂതമായിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, ഭൂതം എപ്പോഴെങ്കിലും നടന്ന ചരിത്രമുണ്ടോ? അതില്ല. ഇവരെ ഒരിക്കൽ പോലും ഭൂതം ബാധിച്ചൊരുത്തനോ അല്ലെങ്കിൽ ഭൂതമോ വെള്ളത്തിലൂടെ നടക്കുന്നത് ഈ ശിഷ്യന്മാരെവിടെയും കണ്ടതായിട്ട് ബൈബിൾ എവിടെയും എഴുതിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് യേശു കർത്താവ് വെള്ളത്തിലൂടെ നടന്നപ്പോൾ അത് ഭൂതമായി തോന്നിയത് എന്ന് എന്തും എനിക്കൊരു അതിശയമായി തോന്നുകയാണ്. അവർ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു, അത് ഒരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. അല്ല, അവൾ പേടിച്ച് നിലവിളിച്ചു. ദൈവമാണെന്നറിഞ്ഞാൽ വിശ്വസിച്ചിട്ട് ഇറങ്ങിത്തിരിക്കും, പിശാചാണെന്നറിഞ്ഞാൽ പേടിച്ച് നിലവിളിച്ചു. ഇതേ സംഗതി ഒരിക്കൽ ഹോരേബിൽ നടന്നു. വെള്ളത്തിലൂടെ നടന്നില്ല, അവൻ തീയിലൂടെ വന്നു. അപ്പോൾ വെള്ളത്തിലൂടെ വന്നപ്പോൾ ഭൂതം, തീയിൽ വന്നു. തീയിൽ വന്നപ്പോൾ മരുഭൂമിയുടെ താഴെ, ഹോരേബിൻ്റെ താഴെ നിന്നിട്ട് ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നവരെല്ലാം പിശാചെന്ന് പറഞ്ഞു കാണും. ബൈബിൾ അത് എഴുതിയിട്ടില്ല, അതെൻ്റെ ഭാഷ. പക്ഷെ ഒരാൾ മാത്രം പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ ഒരുങ്ങി. ഭൂതമാണെന്നും പറഞ്ഞില്ല. അവൻ്റെ വരവ് കണ്ടപ്പോൾ ദൈവത്തിന് തോന്നി ലക്ഷ്യം ഇങ്ങോട്ട് തന്നെയാണ്. ഭൂതം വിട്ടുപോകുന്നതും മരിച്ചവർ ഉയർക്കുന്നതും രോഗം സൗഖ്യമാകുന്നതുമല്ല ഏറ്റവും വലിയ അത്ഭുതം.
ഈ വചനം നിങ്ങളകത്ത് കയറുന്നത്. എല്ലാ കൃപാവരങ്ങളും നല്ലതാ, സഭയ്ക്ക് ആത്മീയ വർധന വരുത്താൻ. പക്ഷെ നിങ്ങളെ പണിയുന്നത് വചനമാണ്. ഹല്ലേലൂയ. വചനമാണ് നിങ്ങളെ പണിയുന്നത്. ഹല്ലേലൂയ. യേശു കർത്താവിന് കൃപാവരങ്ങളിൽ ഒരു കുറവുമില്ലായിരുന്നു. അവൻ പുരോഹിതനായിരുന്നു, അവൻ രാജാവായിരുന്നു, പ്രവാചകനായിരുന്നു, സുവിശേഷകനായിരുന്നു, അപ്പോസ്തലനായിരുന്നു, ഇടയനായിരുന്നു, ഉപദേഷ്ടാവായിരുന്നു. എല്ലാ ഓഫീസുകളിലും എൻ്റെ യേശു ഉണ്ടായിരുന്നു. പക്ഷേ പിശാചുമായി പരീക്ഷിക്കപ്പെടുവാൻ ദൈവാത്മാവ് തന്നെ നയിച്ചപ്പോൾ കൃപാവരങ്ങളിലല്ല ജയിച്ചത്, വചനത്തിലൂടെ ജയിച്ചു. ഹല്ലേലൂയ. ദാരിദ്ര്യം നിങ്ങളുടേതല്ല, രോഗം നിങ്ങളുടേതല്ല, ശാപം നിങ്ങളുടേതല്ല. 1 പത്രോസ് എവിടെ 3:9. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടു. എന്ത് അനുഗ്രഹം അനുഭവിക്കേണ്ടതിന്, അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടിരിക്കുന്നെന്ന്. പിന്നെ ഞാൻ എങ്ങനെ ദാരിദ്ര്യവും പട്ടിണിയും കടഭാരവും നിങ്ങൾക്ക് ദൈവം തന്നാന്ന് പറയുക? അത് വചനത്തിന് വിരുദ്ധമാണ്. ഹല്ലേലൂയ. അപ്പോൾ പിശാന്റെ ഏറ്റവും വലിയ പദ്ധതിയാണ് ഇതെല്ലാം ഇട്ടേച്ച് ഇത് ദൈവം നിങ്ങൾക്ക് തന്ന ദാനമാണെന്ന് കൂടെ നിങ്ങളെ കൊണ്ട് ഉറപ്പിച്ച് വിശ്വസിപ്പിക്കുക. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിച്ചിരിക്കുന്നു എന്നെ. നിങ്ങൾ ഈ ടീച്ചിങ്സിൽ ഉറച്ചു നിന്നാൽ ഉറപ്പാ നിങ്ങൾ പഴയ അവസ്ഥയിൽ ഒരിക്കലും പോകത്തില്ല. എല്ലാ അവസ്ഥയും മാറുന്നത് ഈ വചനമാണ്. ഈ വചനം നിങ്ങളുടെ അവിടുത്തെ ലെവലിലേക്ക് നിങ്ങളെ എത്തിക്കും. പുറപ്പാട് 3:1. മോശെ മിദ്യാനിലെ പുരോഹിതനും തന്റെ അമ്മായപ്പനുമായ യിത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഏത് ആ സിറ്റുവേഷൻ നോക്കിക്കോണേ. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. അമ്മായിയപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്തെ സാഹചര്യത്തിൽ ഉടനെ മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അഗ്നിജ്വാലയിൽ ഇപ്പൊ വെള്ളത്തിലൂടെ നടന്നില്ലേ, ഇപ്പൊ തീയില് പ്രത്യക്ഷനായി. അവൻ നോക്കിയാതെ മുൾപ്പടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശെ പറഞ്ഞു. നോക്കിക്കോണേ, അത് ഭൂതമാണെന്ന് അവന് തോന്നി. ഇതമ്മോ ഓടിക്കോ എന്ന് പറഞ്ഞു. ഒന്നുമല്ല പറഞ്ഞത്, ഞാനത് ചെന്ന് നോക്കട്ടെ. ആ പദത്തിൽ തന്നെ അറിയാം എന്തോ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയെ പോലെ ഉണ്ട്. ഞാനത് ചെന്ന് നോക്കട്ടെ. ഒന്ന് പറഞ്ഞേ, ഞാനത് ചെന്ന് നോക്കട്ടെ. ഓക്കെ, അത് ചെറിയൊരു വിഷയമൊന്നുമല്ല. ഇത് മുകളിലാ കത്തുന്നേ. താഴെ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ ദൂരമല്ല എൻ്റെ വിഷയം, ആടുകളാ എൻ്റെ വിഷയം. ഇത് 3 സെൻറ്റിലല്ല ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, മരുഭൂമിയിലാണ്. അതുകൊണ്ട് സാറ് മുകളിലേക്ക് പോയി താഴെ വരുമ്പോഴേക്കും അമ്മായിയപ്പന് കണക്കം കൊടുക്കേണ്ടി വരില്ലേ, കണക്കിന് കിട്ടും. അതുകൊണ്ട് ആടുകൾ അല്ല വലുത്, വിളിയാണ് വലുത്. ഏതിന് പ്രയോറിറ്റി? മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിനെന്ന് കഴിഞ്ഞ ആഴ്ച കേട്ടില്ലേ? പ്രയോറിറ്റി. ഞാൻ ആ കാഴ്ച ചെന്ന് നോക്കട്ടെ എന്ന് അടുത്ത വാക്യം ഇമ്പോർട്ടൻ്റാ. നോക്കേണ്ടതിന് അവൻ വരുന്നത് കണ്ടപ്പോൾ യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. എത്ര മണിക്കൂറായി ഇത് കത്താൻ തുടങ്ങിയതെന്ന് എനിക്കറിയത്തില്ല. ആ മുൾപ്പടർപ്പിൽ നിന്ന് ഇങ്ങനെ ശബ്ദം വന്നുകൊണ്ടിരുന്നു എന്ന് എഴുതിയില്ല. പക്ഷെ വരേണ്ടവൻ വരുവാൻ ഒരുങ്ങിയപ്പോൾ തീ ശബ്ദിക്കാൻ തുടങ്ങി. ചെറിയൊരു മർമ്മമല്ല നിങ്ങൾ കേൾക്കുന്നത്, ഇത് ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം. മോശ അവിടെ ചെന്നപ്പോഴല്ല, വരുന്നത് കണ്ടപ്പോൾ. അവിടെ ചെന്നതിന് ശേഷമല്ല, മോശ വരുന്നത് കണ്ടപ്പോൾ മോശേ മോശേ എന്നൊരു വിളി. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. മുൾപ്പടർപ്പിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നത് സാധാരണ ഒരു പ്രതിഭാസമല്ല. ഇതാദ്യമായിട്ട് ചരിത്രത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ്. മുൾപ്പടർപ്പിൽ നിന്ന് ശബ്ദം. അതും ആരുടേതാ? നോക്കാൻ വരുന്നവൻ്റെ.
എന്തെങ്കിലും ഒരു ശബ്ദമാണെങ്കിൽ ഒരു വോയിസ് കേട്ടെന്നേ പറയത്തുള്ളൂ. ഇത് ഒരു സൗണ്ട് കേട്ടെന്നേ പറയത്തുള്ളൂ. ഇതൊരു വോയിസാണ്. ഹല്ലേലൂയ. ഒരു സൗണ്ട് അല്ല, ഒരു വോയിസ്. പ്രൈസ് ഗോഡ്. അവിടെ നിന്നൊരു ശബ്ദം കേട്ടു. മോശ അത് ചെന്ന് നോക്കി. അങ്ങനെയല്ല, മോശ വരുന്നത് കണ്ടപ്പോൾ ഈ തീയിൽ നിന്ന് ഒരു ശബ്ദം, അതെന്തായിരുന്നു? വോയിസ്. മോശേ മോശേ എന്നൊരു വിളി കേട്ടു. ഉടനെ മറുപടി, അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. മതി, ഓടിക്കോ. തീയും അതിൻ്റെ ഇടയിൽ കൂടെ ശബ്ദം കൂടെ കേട്ട് കഴിഞ്ഞാൽ സ്ഥിതി തന്നെ. അങ്ങനെ ഓടിക്കോ എന്ന് പറഞ്ഞില്ല, ഞാനിതാ. അപ്പം അതിൻ്റെ അർത്ഥം എന്നോ, ഈ മനുഷ്യൻ ഇത് കേൾക്കുന്ന സമയത്ത് 80 വയസ്സാണ്. ഒന്ന് പറഞ്ഞേ. മോശയ്ക്ക് മൊത്തം എത്ര വയസ്സായിരുന്നു? 120. 120-ൽ 40 വയസ്സ് കൊട്ടാരത്തിൽ, അടുത്ത 40 മരുഭൂമിയിൽ, അടുത്ത 40 ലീഡറായിട്ട്. സംബടി കൊട്ടാരത്തിൽ, നോബടി മരുഭൂമിയിൽ, ഗ്രേറ്റ് സംബടി ലീഡർഷിപ്പിലേക്ക്. 3 ഘട്ടത്തിലേക്കാണ് ഇത് പോയത്. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ സംബടിയായിരുന്നു, എല്ലാം തലകുത്തി വാഴ വെട്ടിയിട്ടതുപോലെ താഴെ വന്നു, ഇവിടെ വന്നു, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. അപ്പോൾ നിങ്ങൾ നോബടിയായിരുന്നു. ഇനി ഇവിടുന്ന് ഒരു ഗ്രേറ്റ് സംബടിയിലേക്ക് പോകുക. ആ ലെവലിലാണ് ഇപ്പം നിങ്ങൾ ഇരിക്കുന്നത്. മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. സംബടി ആയിരുന്നു നിങ്ങൾ, പക്ഷേ ഇപ്പം നോബടിയായി. ഇനി ഗ്രേറ്റ് സംബടിയിലേക്ക് പോകാൻ പോകുകയാണ്. 3ാമത്തെ സ്റ്റേജിലാണ് ഇപ്പം നിങ്ങൾ നിൽക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തെ അംഗീകരിച്ചനുസരിച്ചവൾ. അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ഈ 80 വയസ്സ് വരെ 240-ൽ, അതായത് സംബടിയിലും നോബടിയിലും ദൈവത്തിൻ്റെ ശബ്ദം മോശ കേട്ടിട്ടില്ല. കൊട്ടാരത്തിൽ കേട്ടിട്ടില്ല, മരുഭൂമിയിലും കേട്ടിട്ടില്ല. 80ാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് ഈ ശബ്ദം കേൾക്കുന്നത്. മോശ ഭയപ്പെട്ടില്ല, ശബ്ദം കേട്ട് ഓടിയില്ല, ഇതെന്താണെന്ന് 10 പേരോട് ചോദിച്ചില്ല. ഞാനിതാ. കാരണം എനിക്ക് വേണ്ടിയാണ് ഈ തീയെന്നും എന്നെ മുകളിലേക്ക് ഉയർത്താനാണെന്നും ഞാൻ ആഗ്രഹിച്ചതാണിതെന്നും ഇന്ന് എൻ്റെ ടേണിംഗ് പോയിന്റ് ആണെന്നും മോശയ്ക്ക് മനസ്സിലായി. ആ ശബ്ദം ഇന്ന് നിങ്ങൾ ഉയരത്തിലേക്ക്, ഒരിക്കൽ ഈ ശബ്ദം കേട്ട നിങ്ങൾ ഇനി താഴേക്കല്ല, അവസ്ഥ മാറുന്നത് ശബ്ദമാണെന്ന് മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഏദൻ തോട്ടത്തിൽ ശബ്ദം നടന്നതുപോലെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ശബ്ദം നിങ്ങളെ ഉയർത്തുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഒരു ശബ്ദം നിങ്ങൾ കേൾക്കട്ടെ. യെസ്, ഇതാ. അതുകൊണ്ടാണ് നമ്മൾ പാട്ട് പാടുമ്പോ അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. ഞാനിതാ. ഒന്ന് പറഞ്ഞേ, ഞാനിതാ. അപ്പോഴേ നമുക്ക് മനസ്സിലായി പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. 80 വയസ്സിൻ്റെ അകത്ത് ഇതുവരെ ഇങ്ങനെ ഒരു എൻകൗണ്ടർ തനിക്ക് ഉണ്ടായിട്ടില്ല, ആദ്യമായിട്ടാണ്. പക്ഷേ ഓടിക്കോടാ എന്നൊന്നും പറഞ്ഞില്ല, ഞാനിതാ. ഹല്ലേലൂയ. അപ്പം തീയിൽ കണ്ടപ്പോൾ ഭൂതമാണെന്നൊന്നും മോശ പറഞ്ഞില്ല, കാത്തിരുന്നത് തനിക്ക് വേണ്ടിയാണെന്ന് മനസ്സിലായി. പക്ഷേ പത്രോസിനോ അല്ലെങ്കിൽ ശിഷ്യന്മാർക്കോ മനസ്സിലായില്ല അതൊരു ഭൂതമായിരിക്കും എന്ന്. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ച് അതൊരു ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. അതിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ദൈവത്തെ കണ്ടാലും ഭൂതമാണെന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിക്കുന്ന പേടിയെ എന്ത് ചെയ്യാൻ പറ്റും? പേടിച്ച് നിലവിളിച്ചു. ഒന്നുകൂടെ വായിച്ചത്. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. കൂടെ നടന്നിരുന്ന ശിഷ്യന്മാർ യേശു കർത്താവ് ഈ വഴി പോയി വെള്ളത്തിലൂടെ നടന്നു വരുമ്പോൾ അതാ പറഞ്ഞത്, യേശുവിനെ ഇവർക്ക് മനസ്സിലായില്ലേ? അവർ യേശുവിനെ ജഡത്തിലാണ് അറിഞ്ഞത്. ആ മനുഷ്യനിതാ. യഥാർത്ഥമായി മശീഹായിട്ട് അവരറിഞ്ഞോ? സംശയമാണ്. അത് ഒരു ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ച്
നിലവിളിച്ചു. ഭൂതമാണെന്ന് ഇതുകൊണ്ടാണ് ഈ എരിഹോ പട്ടണമൊക്കെ ചുറ്റുന്ന സമയത്ത് മിണ്ടല്ലേ മിണ്ടല്ലേ എന്ന് പറഞ്ഞില്ലേ? അതിൻ്റെ കാര്യം എന്നാ? ഇതറിഞ്ഞാൽ ചിലപ്പോൾ ഉറപ്പൊന്നുമില്ല അത് ഭൂതമായിരിക്കുമെന്ന് ചിന്തയുള്ളൂ, പക്ഷെ 10 പേരോട് പറയും. ഭൂതമായിരിക്കുമെന്ന് വിറച്ചു പേടിച്ചെന്ന് മാത്രമല്ല പറഞ്ഞു. അകത്ത് എന്ത് ചിന്തിച്ചു അതാ പറയുന്നത്, അത് തന്നെ പേടിച്ചു. ഇതിനൊന്നും ദൈവ ഉത്തരവാദിയല്ല. അടുത്തത് ഉടനെ യേശു അവരോട്, ഇത് കണ്ട ഉടനെ യേശു അവനോട് ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അപ്പം നീ എന്തായി നമുക്ക് നോക്കാം. പേടിക്കണ്ട, ധൈര്യപ്പെടുവിൻ, ഇത് ഞാനാകുന്നു. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കെ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. ഒരുത്തനെങ്കിലും ബുദ്ധി തോന്നിയല്ല. ഓഹോ, നീയായിരുന്നോ? ശ്വാസം വീണു. നീയാണെങ്കിൽ എന്നോട് നിന്റെ അടുക്കൽ വരുവാൻ കൽപ്പിക്കണമേ എന്ന് പറഞ്ഞു. വരിക എന്ന് അവൻ പറഞ്ഞു. ഹല്ലേലൂയ. വരിക വരിക. അസാധ്യമാണെന്ന് പറഞ്ഞില്ല, വിശ്വസിക്കുന്നവർക്കെല്ലാം സാധ്യമാണ്. വിശ്വസിക്കുന്നവർക്കെല്ലാം സാധ്യമാണ്. അസാധ്യമെന്ന് പറഞ്ഞില്ല, വിശ്വസിക്കുന്നവർക്കെല്ലാം സാധ്യമാണ്. വരിക. അടുത്തത് പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിലൂടെ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങി തുടങ്ങുകയാണ്. കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. വല്ല കാര്യം ഉണ്ടായിരുന്നു? യേശുവിനെ കണ്ടിട്ടാണ് വള്ളത്തുനിന്ന് ഇറങ്ങിയത്. യേശുവിനെ നോക്കിയപ്പോൾ ഒരു പ്രശ്നമില്ലായിരുന്നു. പെട്ടെന്നാണ് ഡൈവേഷൻ. കാറ്റ് കണ്ടു. എങ്ങനെ അറിയാം? ഇലയാടുന്നു. കാറ്റ് കണ്ടു, പേടിച്ച് കാറ്റ് കണ്ട് എന്ത് ചെയ്തു? മുങ്ങിത്തുടങ്ങി. ജീവിതത്തിൽ മുങ്ങുന്നത് വിശ്വാസം കൊണ്ടല്ല, ഭയം കൊണ്ടാണ്. വിശ്വാസമുള്ളവൻ മുങ്ങത്തില്ല. വിശ്വാസമുള്ളവന് മുങ്ങാൻ കഴിയത്തില്ല. മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വാസവൻ ഏത് വെള്ളത്തിലും ഉറച്ചു നിൽക്കും. ഹല്ലേലൂയ. ഒരു ശക്തിക്കും അവനെ ഇളക്കാൻ കഴിയത്തില്ല. മറ്റുള്ളവരുടെ ശബ്ദം, ഇന്ന് നമ്മൾ കേൾക്കുന്ന ശബ്ദം ദൈവിക ശബ്ദത്തെക്കാൾ കൂടുതലാണ് ലോകത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത്. ഇതിൻ്റെ ഇടയിലാണ് ഞായറാഴ്ച 2.5 മണിക്കൂർ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. മറ്റുള്ള ദിവസങ്ങളെല്ലാം വീട്ടുകാരുടെ ശബ്ദവും എതിരാളിയുടെ ശബ്ദവും കൂട്ടുകാരുടെ ശബ്ദവും പിശാചിൻ്റെ ശബ്ദവും ഇതെല്ലാം കൂടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ശബ്ദമല്ല കേൾക്കുന്നത്. അപ്പോൾ 24 മണിക്കൂറിൽ 8 മണിക്കൂർ ഉറങ്ങ്. ബാക്കി ഇരിക്കുന്ന ശബ്ദം കേൾക്കുന്നത് മുഴുവനും നിങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന ശബ്ദങ്ങളല്ല. ഇപ്പം കേൾക്കുന്നതാണ് വിശ്വാസത്തെ ഉറപ്പിക്കുന്ന ശബ്ദം. പക്ഷേ 24 മണിക്കൂറിൽ ഈ 2 മണിക്കൂറിൽ 1 മണിക്കൂർ മതി ആഴ്ചയിൽ നിന്റെ വിശ്വാസം ഉറയ്ക്കുവാൻ. അത് ശ്രദ്ധയോടെ കേൾക്ക്. ഈ 2 മണിക്കൂർ സോളിഡാ. ഇവിടെ ഒന്നും വേസ്റ്റ് ഇല്ല, ഒന്നും കട്ട് ചെയ്ത് കളയാനില്ല, ഒന്നും എഡിറ്റ് ചെയ്യാനില്ല, എല്ലാം സോളിഡാ. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ആ 2 മണിക്കൂർ നീ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കാതെ ദൈവത്തെ മാത്രം ശ്രദ്ധിച്ച് വാ. കാരണം പിശാചിനറിയാം നിങ്ങൾ ഇങ്ങനെ പോയാൽ വിശ്വാസം നിങ്ങളകത്ത് കയറും. ഹല്ലേലൂയ. വിശ്വാസം നിങ്ങളകത്ത് കയറിയാൽ നിങ്ങളൊരു സൂപ്പർ ബീയിങ് ആവും. എങ്ങനെ? രക്ഷിക്കപ്പെട്ടിട്ടാകാത്ത നിങ്ങൾ വിശ്വാസത്താലാകും. രക്ഷിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ സൂപ്പർ ബീയിങ്. പക്ഷെ നമുക്കത് മനസ്സിലായില്ല, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ജീവിക്കുന്നത്. പക്ഷേ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ മനസ്സിലായാൽ വിശ്വാസം വർദ്ധിക്കില്ലേ? വിശ്വാസം വർദ്ധിച്ചാൽ നമ്മൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഞായറാഴ്ച നോക്കി. ലൂക്കോസ് 8, മത്തായി 8, മർക്കോസ് 6. ഇത് മൂന്നിലും മത്തായി 8:24, ലൂക്കോസ് 8:22, മർക്കോസ് 6:38. ഇതിൽ മൂന്നിലും നിങ്ങളുടെ വിശ്വാസം, അത് പടകിൽ യാത്ര ചെയ്യുന്ന സമയമല്ലേ ഇത്? പിന്നെ കടലിൽ വലിയ ഓളം ഉണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി. എന്ത് ഓളം ഉണ്ടായാലും മുങ്ങാറായപ്പോൾ അവനോ ഉറങ്ങുകയായിരുന്നു. ഇതാ വിശ്വാസം. പത്രോസ് കാരാഗത്തിൽ ഉറങ്ങിയില്ലേ? ആത്മശക്തി പ്രാപിച്ചൊരുത്തന്
അവൻ വിറയ്ക്കത്തില്ല, അവൻ ഉറങ്ങുകയായിരുന്നു. ഈ ദിവസങ്ങളിൽ സ്വസ്ഥത നിങ്ങൾക്ക് ലഭിക്കട്ടെ, സ്വസ്ഥത നിങ്ങൾക്ക് ലഭിക്കട്ടെ, സ്വസ്ഥത നിങ്ങൾക്ക് ലഭിക്കട്ടെ. പലർക്കും ഉറങ്ങാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അതിൻ്റെ കാരണം ടെൻഷൻ കയറിയിട്ടാണ്. പക്ഷേ വിശ്വാസമുള്ളവൻ ഉറങ്ങും. പത്രോസ് മുങ്ങുന്ന കടലിൽ യേശു കർത്താവ് നിൽക്കുന്നു. അടുത്ത് ഒന്ന് മുങ്ങിത്താഴുന്നു, ഒന്ന് സ്ഥിരമായി നിൽക്കുന്നു. എല്ലാവരും നിലവിളിച്ച് കരയുന്ന സ്ഥലത്ത് ഒരാൾ ഉറങ്ങുന്നു. ഒരേ സ്ഥലത്ത് രണ്ട് വിശ്വാസം, ഒന്ന് വലിയ വിശ്വാസം, രണ്ട് ചെറിയ വിശ്വാസം. വേറൊന്നിൽ അവർക്ക് വിശ്വാസമില്ല. അതുകൊണ്ടാണ് ചോദിച്ചത്, നിങ്ങളുടെ വിശ്വാസം എവിടെ പോയി? അല്പവിശ്വാസികളെ, അപ്പം എന്തോ ഒരു വിശ്വാസമുണ്ട്. അല്പവിശ്വാസികളെ, നിങ്ങളിങ്ങനെ ഭീരുക്കളാകാൻ കാരണം എന്ത്? നിങ്ങളുടെ വിശ്വാസം എവിടെ? വേറൊരു വേഷം കൊടുത്തിരിക്കുന്ന വാട്ട് ഹാപ്പൻഡ് ടു യുവർ ഫെയ്ത്ത്? നിന്റെ വിശ്വാസത്തിന് എന്ത് പറ്റി? പിന്നെ അവരോട് നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് പറഞ്ഞു. നിങ്ങളുടെ വിശ്വാസം എവിടെ? നിങ്ങൾ ഇങ്ങനെ ഭയപ്പെട്ട് അലറുവാനുള്ള കാരണം എന്തോ ഒന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സ് എവിടെ, താക്കോൽ എവിടെ എന്നൊക്കെ ചോദിക്കുന്ന പോലെ നിങ്ങളുടെ വിശ്വാസം എവിടെ? നിങ്ങളുടെ വിശ്വാസം എവിടെ? കാരണം എന്താ? വിശ്വസിക്കുന്നതെല്ലാം സാധിക്കും. അത് മാസ്റ്റർ കീ. ഈ ഒരു സാഹചര്യത്തിൽ വിശ്വാസത്തെ പഠിപ്പിക്കാൻ പോവുകയല്ല, കൂടെ മുങ്ങി താഴാൻ പോവുകയാണ്. നിങ്ങളുടെ വിശ്വാസം എവിടെ? നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് പറഞ്ഞു. അവരോ ഭയപ്പെട്ടു. ഇവൻ ആർ? അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞു. ശ്രദ്ധിക്കണേ, യേശു കർത്താവ് ഉറക്കമുണർന്നു. ഉടനെ കാറ്റടങ്ങി, കടല് ശാന്തമായി. അങ്ങനെ എഴുതിയോ? യേശു കർത്താവ് ഉറക്കമുണർന്ന ഉടനെ കാറ്റ് ശാന്തമായോ? യേശുവിനെ കണ്ടിട്ടൊന്നും കാറ്റൊന്നും മൈൻഡ് ചെയ്തില്ല, കടലും മൈൻഡ് ചെയ്തില്ല. ഇതൊക്കെ എത്ര കണ്ടതാ എന്നാ കാറ്റും പറഞ്ഞത്. പിന്നെ എപ്പോഴാണ് അടങ്ങിയത്? അവൻ്റെ വായിൽ നിന്ന് വാക്ക് പുറത്ത് വീണപ്പോൾ. വിശ്വസിക്കുന്നവൻ്റെ അകത്തു നിന്ന് ഒരു വാക്ക് വെളി വീണാൽ, ഹല്ലേലൂയ. അതായിരിക്കണം. ശതാധിപൻ പറഞ്ഞു, ഞാനും സാറേ അധികാരത്തിൻ്റെ കീഴിലുള്ള മനുഷ്യനാണ്. ഞാൻ ഒരുത്തനോട് പോകാൻ പറഞ്ഞാൽ പോകുന്നു, വരുവാൻ പറഞ്ഞാൽ വരുന്നു. എനിക്കറിയാം അധികാരം എന്തെന്ന്. യേശു കർത്താവ് എല്ലാം കേട്ടിട്ട്, അതിനിപ്പോൾ അല്ല, എൻ്റെ ബാല്യക്കാരൻ ഇങ്ങനെ സുഖമില്ലാതെ കിടക്കുന്നു, സാറൊന്ന് വീട്ടിൽ വന്നിരുന്നെങ്കിൽ പറഞ്ഞോ? ഇല്ല. അതിനെന്താ പറയുക കാര്യം? ഇനിയിപ്പോൾ എൻ്റെ വീട്ടിൽ വന്നെന്ന് വെക്കുക, വന്നതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. വാ തുറക്കണ്ടേ? അതിവിടെ വെച്ച് തുറക്കാൻ. എൻ്റെ വീട്ടിൽ ഇങ്ങനെ ബുദ്ധിമുട്ടി നീ വന്നാലും, നീ വന്നത് കൊണ്ട് ബാല്യക്കാരൻ സൗഖ്യമാകത്തില്ല. നീ കൽപ്പിക്കുവാൻ നിന്റെ വാ തുറക്കും, എങ്കിലേ അവൻ സൗഖ്യമാകത്തുള്ളൂ. അതിവിടെ വെച്ച് ചെയ്യ. So distance is not a barrier. ഇന്ന് വിശ്വസിച്ചോ, നിന്റെ ഭവനം ദൂരത്താണെങ്കിലും അവിടെ വിടുതൽ നടക്കും, അവിടെ വിടുതൽ നടക്കും, അവിടെ വിടുതൽ നടക്കും, അവിടെ വിടുതൽ നടക്കും. യേശുവിന്റെ നാമത്തിൽ. അത് വിദേശത്തായാലും ശരി, എത്ര ദൂരത്തായാലും ശരി, ഇവിടെ വെച്ച് കൽപ്പിക്കുന്ന ഒരു വാക്കുകൾക്ക് അവിടെ വിടുതൽ, അവിടെ വിടുതൽ, അവിടെ വിടുതൽ, അവിടെ വിടുതൽ.